കറുത്ത സ്റ്റെയിൻസ് നിങ്ങളുടെ പല്ലിലുണ്ടോ? ക്ലിനിക്കിൽ പോയി ക്ലീൻ ചെയ്ത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അത് റിട്ടേൺ അടിച്ച് വരുന്നുണ്ടോ? അതെന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. ഹായ്, ഐ എം ഡോക്ടർ അനീസ, യുവർ സ്മൈൽ ഡോക്ടർ. ഇതുപോലെയുള്ള സ്റ്റെയിനുകൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടും പിന്നെയും റിട്ടേൺ അടിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടീയും കോഫിയൊക്കെ കൂടുതലായിട്ട് കുടിച്ചിട്ടോ ഒന്നും വരുന്നതായിരിക്കില്ല. ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്രസൻസ് നിങ്ങളുടെ വായിൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് ഇങ്ങനത്തെ സ്റ്റെയിൻസ് അപ്പിയർ ആവുന്നത്. ഇതെങ്ങനെ കുറയ്ക്കാന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ ലോഡ് വായുടെ ഉള്ളിൽ കുറയ്ക്കണം. അതിന് 2 മാർഗ്ഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെന്റൽ ക്ലീനിങ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പോളിഷിങ് ചെയ്യും. അത് നല്ല രീതിയിൽ ചെയ്യുക. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റെയിൻസിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചില പ്രത്യേക ടൂത്ത് പേസ്റ്റുകളുണ്ട്. അതും ഡെന്റിസ്റ്റ് റെക്കമെൻഡേഷൻ പ്രകാരം മാത്രം യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ കയ്യിലുള്ളതാണ്. നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അപ്പം തന്നെ വായ നല്ലോണം വാഷ് ചെയ്യുക. ഒരു ½ hour വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കളയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ടീരിയയുടെ അളവ് നമ്മുടെ വായിൽ കുറയും. ഈ സ്റ്റെയിൻസ് അപ്പിയർ ചെയ്യുന്ന ഇടവേളകളും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.